ചെകുത്താനം നമ്മുടെ യൂട്യൂബറെ അറസ്റ്റ് പറഞ്ഞല്ലേ മോഹൻലാലിനെതിരെ അറിഞ്ഞ് അപ്പം നമ്മൾ ചിരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അതെന്താണെന്നറിയോ, ആദ്യം ദൈവമൊക്കെ പിന്നെ ഇറങ്ങും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അപ്പം സ്പോട്ടിൽ കൊടുക്കും പരിപാടി, കഷായം സ്പോട്ടിൽ കിട്ടും. ശരിയല്ലേ? നമ്മളൊരാളെ നമ്മളൊരു ആരായിക്കോട്ടെ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുക, എന്താ അതിനെ പറയണത്, ചേതോവധം അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരുക്കി ഇതിന് പ്രതികരിക്കും. അത് തന്നെ ഇപ്പം സംഭവിച്ചിട്ടുള്ളൂ. മലയാളത്തിൻ്റെ മഹത്തായ നടനാണ് ഭരത് മോഹൻലാൽ. അദ്ദേഹത്തെയൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നതിനും ഈ അടുത്ത് ചെന്നിരുന്ന് നുള്ളി നോക്കണതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇത് എത്രയെന്ന് വെച്ചാൽ ആളുകൾ ക്ഷമിച്ചിരിക്കണേ. പക്ഷെ എൻ്റെ പൊന്നെ, അങ്ങേര് യൂട്യൂബ് തുടങ്ങിയ കാലം, അങ്ങേര് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ട സിനിമയിൽ വന്ന ആളാണ്, അത് മനസ്സിലാക്കണം. അദ്ദേഹം ജനിക്കണേന് മുമ്പ് മിക്കവാറും ലാലേട്ട സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വരെ ജനിക്കും. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി ആ സിനിമേനെ പറ്റി നമുക്ക് കുറ്റം പറയാം. അദ്ദേഹം അഭിനയിച്ച സിനിമ ലാലേട്ടൻ അതിൻ്റെ അകത്ത് ഭയങ്കര മോശമായിട്ടാണ് അഭിനയിച്ചേക്കണേ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൊള്ളൂല, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് കൊള്ളൂല, അത് പറയാം. നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, നമുക്കത് പറയാം. അതിലൊന്നും ഒരു വ്യത്യാസമില്ല, ആരും ഒരു തർക്കമില്ല, ഒന്നുമില്ല. പക്ഷേ അയാൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇനി എന്തെന്ന് പറയണ തൂറാൻ പോകുമ്പോൾ ഒരു മൊബൈലും കൊണ്ട് കിടന്നിട്ട് ഈ ലാലേട്ടനെ തന്നെ ഇയാൾ കുറ്റം പറഞ്ഞുകൊണ്ടേക്കാണ്. അത് ശരിയായ ഒരു നടപടിയാണോ? ശരിയായ നടപടിയൊന്നും അല്ലല്ലോ. അപ്പം അതിനെതിരെ ആരെങ്കിലും, ഇവർക്ക് സംഘടന കൊള്ളല്ലേ, അതുകൊണ്ടല്ലേ സിദ്ദീഖൊക്കെ അതിന് പ്രതികരിച്ചത്. ഇത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഒരു കുടുംബമില്ലേ? എത്ര ആയിക്കോട്ടെ, അവർക്ക് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, ചേട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, സർവത്ര ആൾക്കാരുണ്ട്. ഈ ഒരാളെ പറ്റി ലാലേട്ടൻ ഇതുവരെക്കും പ്രതികരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങേരിക്ക് ഇതെന്തോ ഒരു ചെകുത്താന്ന് പറഞ്ഞ ഭൂമാണ്, ഒരു രോമം പോണതിന് തുല്യമുള്ളൂ. മനസ്സിലായില്ലേ? അത്രയും പോലും ഇല്ല. പക്ഷേ ഇവർക്ക് സംഘടന ബലമൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഇവരെ സംഘടനയിലൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർക്കും കൂടി ഒരു വിഷമം ഉണ്ടാവൂലേ? ഒരാളെ ഇത് ആരാ അമ്മയുടെ, ആരാ മോഹൻലാൽ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഓർത്തിരിക്കേ? പ്രസിഡന്റ്, അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ആളാണ്, അവരുടെ തലവനാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ അച്ഛൻ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ ഇങ്ങനെ അപമാനിച്ചപ്പോൾ ഇനി ചെകുത്താനല്ല. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് യൂട്യൂബർമാരുണ്ട് മൊബൈലുമായിട്ട് ഇങ്ങനെ നടന്ന് ഇവരെയൊക്കെ തിന്ന് വെള്ളം കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഒരു പാഠമായി. നിസ്സാരമൊന്നുമല്ല. ഈ വയനാട് ലാലേട്ടൻ പോയി, ലാലേട്ടൻ എന്താ പദവി അലങ്കരിക്കണേ? ലെഫ്റ്റനന്റ് കേണൽ പദവിയാണ് അലങ്കരിക്കണേ. പട്ടാളക്കാരുടെ പട്ടാള ഡ്രസ്സിട്ട് അവരുടെ ഒപ്പമാണ് മൃതദേഹം തിരയാനും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിപ്പോയത്. അതിനെതിരെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും സഹിക്കുമോ? മോശമല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, നിരന്തരം ഒരുത്തൻ എന്നെ ശല്യം ചെയ്ത് കൊടുക്കണം. എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയൂല, നീ എന്തിനാടാ ഏത് സമയത്ത് അയാൾ ഇങ്ങനെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിക്കൂലേ? അത്ര ഇവിടെ നടന്നിട്ടുള്ളൂ. മിക്കവാറും ചട്ടിയിലാവും, ചട്ടിയിലായി കഴിഞ്ഞ് ഇനി നോക്കാനൊന്നുമില്ല. അപ്പം സന്തോഷമൊക്കെ ഉണ്ട്. ഒരാളെ പറ്റി ഇങ്ങനെ പറയണേനൊക്കെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഇല്ലേ? ആരായിക്കോട്ടെ, സ്വകാര്യ യൂട്യൂബർമാർ, ഇവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടായിരിക്കും. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കണേ. ചില ആൾക്കാർ രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ ആ നടീനോട് ക്രഷ്, ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ചില സൂക്കേടുകൾ, ഇതൊക്കെ വെച്ച് പുലർത്താൻ പറ്റൂല. ഇതിനെല്ലാത്തിനും നമ്മൾ ഇതൊക്കെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കും. അല്ലെങ്കിൽ തന്നെ എണ്ണമില്ലാത്ത അത്ര സഹോദരങ്ങളാണ് നമ്മുടെ മരിച്ചു. ഇത് അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി അന്ന് ഈ ചെങ്ങായിയൊക്കെ ഒരു അരി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടാ ഒരു അരി മേടിച്ചു കൊടുത്താ. ഈ ലാലേട്ടൻ എന്താ പറഞ്ഞു? നമ്മൾ ലാലേട്ടന് 25 ലക്ഷം രൂപ ഇപ്പോൾ ദുരിതാശ്വാസ നിധി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ അതിനെ പ്രതികരിച്ച് 25 കൊടുത്തോള എന്ന് ചോദിച്ച ആൾക്കാരില്ലേ? പിന്നെ പുള്ളി എന്താ നൈസായിട്ട് ആ സിനിമ സ്റ്റൈലിൽ പറഞ്ഞ് ഞാൻ 3 കോടി രൂപ കൊടുക്കുന്നു. എന്തിനാ? അവിടുത്തെ സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക്, സ്കൂൾ സഹിതമുള്ള കാര്യങ്ങൾക്ക്. വിശ്വശാന്തി ഫൗണ്ടേഷൻ ശരിയല്ലേ? കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. അതൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ പുള്ളിനെ ആരാധിക്കുന്നു, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ വീട്ടിലൊരു അംഗമല്ല അദ്ദേഹം. അപ്പം ആരായാലും പ്രതികരിക്കൂലേ? റോട്ടിൽ വെച്ച് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അവനെ തലടിച്ച് വിളിക്കും. ഇങ്ങനത്തെ പോക്കൃത്തരം പറഞ്ഞേനി. അപ്പോൾ ഇവനൊക്കെ എന്താ ചെയ്യാന്നറിയോ?
അങ്ങനെ വരിക, എന്തെങ്കിലും അവിടെ മുറി കയറി ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതിനെന്താ അനുഭവിച്ചില്ലേ, കിട്ടിയില്ലേ, 8ന്റെ പണി കിട്ടിയില്ലേ, പപ്പടപ്പം കിട്ടി. ഓക്കെ, റൈറ്റ്. ചേട്ടാ, അപ്പോൾ ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ആയിരിക്കുകയാണ്. മോഹൻലാലിനെതിരെ മോശമായിട്ടുള്ള പരാമർശം അയാൾ ഇന്നലെ തുടങ്ങിയതല്ല. വേണ്ട അഭിപ്രായം ചെകുത്താൻ എന്ന് പറഞ്ഞാലല്ല, അതേപോലുള്ള ആൾക്കാർ, അതായത് ഏതെങ്കിലും വ്യക്തികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക ചെയ്താൽ അത് തെറ്റാണ്. ചെകുത്താനായാലും അശ്വന്തുവോക്കായാലും അതേപോലെ ആര് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് ബോഡി ഷെയ്മിങ് എന്ന് പറയും, അത് നിയമപരമായിട്ടൊക്കെ അതിൻ്റെ പേരിലൊക്കെ ആക്ഷൻ ഉള്ളതാണ്. പക്ഷേ ഇത്രയും കാലം അതാരും അതിനെക്കൊണ്ട് പ്രതികരിച്ചില്ല. പക്ഷേ എന്നും അതേപോലെ തന്നെ തുടരുമോ? ചെകുത്താൻ ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കാം, അയാൾ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചതായിരിക്കും. പക്ഷേ വർഷങ്ങളായിട്ട് ലാലേട്ടനോട് ഒരു വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് അങ്ങേരുടെ വീഡിയോകളൊക്കെ വരുന്നത്. നല്ല റീച്ചും കിട്ടുന്നത്, പുള്ളിക്ക് നല്ല തെറിയും കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും പുള്ളി നോക്കാറില്ല. പക്ഷേ എങ്കിലും പറയാണ്, ഒരു കാരണവശാലും ഇതൊരു മറ്റുള്ളവർക്കൊരു പാഠമായിരിക്കട്ടെ. അതായത് ചെകുത്താൻ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ്, ഒരുപാട് തെറികൾ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനും പുള്ളിനെ തെറി പറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലത്തൊക്കെ ഞാൻ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ നല്ലോണം തെറി പറഞ്ഞത്. ഞാൻ എൻ്റെ ഒറിജിനൽ ഐഡിയയിലാണ് പറയുന്നത്, അതായത് തെറി പറയില്ല, എന്നാൽ ശരിക്കും കൊള്ളുന്ന രീതിയിൽ തന്നെ പറയണ്ട. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇതൊരു പാഠമായിരിക്കട്ടെ. ഇത് വ്യക്തിഹത്യ നടത്താനുള്ളൊരു വേദിയല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അത് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ വിറ്റുകൊണ്ട് അതിലൂടെ പൈസ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്ക് യൂട്യൂബില്ല, യൂട്യൂബറും അല്ല ഞാൻ.